بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف خلق الله محمد وآله وصحبه أجمعين والحمد لله رب العالمين. സഹോദരന്മാരെ, നമ്മൾ സിഫാത്തുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സ്വരവിശേഷണങ്ങൾ. സിഫാത്തുൽ ഹുറൂഫ് എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. സിഫ വിശേഷണം, ഗുണം, സ്വഭാവം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരത്തിന് നൽകപ്പെടുന്നതായ പ്രത്യേകമായ ചില ശബ്ദ വിശേഷണങ്ങളാണ്. ഇവിടെ എന്താണതെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്നാൽ സിഫാത്ത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫവായിദ്, അതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. ഒന്നാമതായി നാം അറിയുക, സിഫത്തുകൾക്ക് 3 ഫായിദകൾ. അൽ ഊല, ഒന്നാമത്തെ ഫായിദ, ഒന്നാമത്തെ ഗുണം, നമുക്ക് ലഭിക്കുന്ന, അതുകൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം, തംയീസുൽ ഹുറൂഫിൽ മുശ്തറകതി ഫിൽ മഖ്റജ്. ഒരു മഖ്റജിൽ തന്നെ മുശ്തറകത്തായിട്ടുള്ള, പങ്കായിട്ടുള്ള വ്യത്യസ്ത അക്ഷരങ്ങളെ വേർതിരിക്കുക. തംയീസ്, വേർതിരിക്കുക. അൽ ഹുറൂഫിൽ മുശ്തറക, അക്ഷരങ്ങൾ പങ്കായി വന്നിരിക്കുന്നു, ഫിൽ മഖ്റജ്, ഒരു മഖ്റജ്. അപ്പോ മഖ്റജിൽ പങ്കായി, അതായത് ഒന്നിലധികം വന്ന അക്ഷരങ്ങൾ, ഒരേ മഖ്റജിലെ ഒന്നിലധികം അക്ഷരങ്ങളെ വേർതിരിക്കുന്നത് സിഫത്തുകളാണ്. രണ്ടാമത്തേത് മഅരിഫത്തുൽ ഖവിയ്യി മിനൽ ദഈഫ് ലിയുഅലമ മാ യജൂസു ഇദ്ഗാമുഹു വമാ ലാ യജൂസ്. ഖവിയ്യായ അക്ഷരവും ദഈഫായ അക്ഷരവും, ശക്തമായതും ദുർബലമായതുമായ അക്ഷരങ്ങളെ വേർതിരിക്കുക, വേറെ മനസ്സിലാക്കുക. ഇദ്ഗാം ചെയ്യാൻ അനുവാദമുള്ളതും ഇദ്ഗാം ചെയ്യാൻ പറ്റാത്തതുമായ. ഫഇന്നമാ ലഹു ഖുവ്വ വമിസ്യ അൻ ഗൈരി ലാ യജൂസു അൻ യുദ്ഗമ ഫി ദാലിക അൽഗൈർ ലിഅല്ലാ തദ്ഹബ തിൽക അൽമസിയ്യ ഔ അൽമിസ്യ. അക്ഷരങ്ങൾ നല്ല കവിയായതും അതുപോലെ പ്രത്യേകതകൾ ഉള്ളതുമായ അക്ഷരം പലപ്പോഴും എന്താണ്, മറ്റുള്ളതിൽ അത് ഇദ്ഗാം ചെയ്യാൻ പറ്റുകയില്ല. അത് അതിന്റെ പ്രത്യേകമായ അവസ്ഥ കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഇദ്ഗാമുൽ മുതജാനിസൈൻ, ഇദ്ഗാമുൽ മുതമാസിലൈൻ, മുതഖാരിബൈൻ. മുതബാഇദൈൻ ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല, എന്നാൽ എല്ലാ മുതജാനിസൈനും ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല, എല്ലാ മുതഖാരിബൈനും ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല. ഇതൊക്കെ നാം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ അത് എന്തുകൊണ്ട്? അത് ഈ പ്രശ്നമുള്ളത് കൊണ്ട്. സിഫാത്തിൽ അവർ വളരെയധികം ആ രണ്ടക്ഷരങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ ഫായിദയാണ് തഹ്സീനു ലഫ്ദിൽ ഹുറൂഫിൽ മുഖ്തലിഫത്തിൽ മഖാരിജ്. മഖ്റജുകൾ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ, അല്ലെ? 28 അക്ഷരങ്ങളാണ്. വ്യത്യസ്തങ്ങളായ മഖ്റജുകളിൽ നിന്നാണ് അവ ഉത്ഭവിക്കുന്നത്. ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് ഭംഗിയായി നല്ല രൂപത്തിൽ ഉച്ചരിക്കുവാൻ സാധിക്കുക, അത് സിഫാത്തുകൾ അറിയുന്നതിലൂടെയാണ്. ശരിയായ സിഫത്തുകൾ ഓരോ ഹർഫിനും നൽകേണ്ട സ്വരവിശേഷണം അതിന് നൽകുമ്പോൾ മാത്രമാണ് ഓരോ ഹർഫും ഭംഗിയായി തെറ്റുകൂടാതെ നല്ല നിലയിൽ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുക, ഉച്ചരിക്കുവാൻ സാധിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും, തഫ്ഖീമായാലും തർഖീഖായാലും, ഇസ്തിഅല, ഇസ്തിഫാൽ, ഹംസ്, ജഹ്ർ, ഖഫാ, ഖൽഖല, റഖാവത്ത്, ഷിദ്ദത്ത് തുടങ്ങിയ ഒരുപാട് സിഫത്ത്. ഈ കാര്യങ്ങളൊക്കെ
നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അക്ഷരങ്ങളെ ഭംഗിയായി തെറ്റുകൂടാതെ നമുക്ക് ഉച്ചരിക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. സിഫാത്തുകൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ, 3 ഫായിദകളാണ് നാം ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ അറിയേണ്ട കാര്യമാണ് പണ്ഡിതന്മാരുടെ സിഫാത്തുകളുടെ എണ്ണത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ. ചിലർ അത് 18 സിഫത്തുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു ചിലർ 20 ആണെന്നും. എന്നാൽ ഇമാം ഇബ്നുൽ ജസരിയും അദ്ദേഹത്തോട് യോജിക്കുന്ന ചിലരും 18 ആണെന്നും, മറ്റു ചിലർ ഇല 40 സിഫ, 44ഓളം സ്വരവിശേഷണങ്ങളുണ്ട്, സിഫത്തുകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ വ്യത്യസ്ത വീക്ഷണങ്ങൾ. എന്നാൽ അൽ മഷ്ഹൂർ, കൂടുതൽ പ്രസിദ്ധമായ സ്വീകാര്യമായി ഗണിക്കപ്പെടുന്ന വീക്ഷണമാണ് 20 എണ്ണമാണെന്നതാണ്. 20 സിഫത്തുകളാണ് അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നത്. ആ രീതിയാണ് നമ്മളും സ്വീകരിച്ചിട്ടുള്ളത്. ആ മദ്ഹബാണ്, ആ വീക്ഷണമാണ് നാം ഈ ഗ്രന്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഗായത്തുൽ മുരീദ് ഫി ഇൽമി തജ്വീദ് എന്ന ഗ്രന്ഥകാരൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ബാറകല്ലാഹു ഫീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.